ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മിൽക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ റൈസ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. അത് നമുക്ക് 250 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 4 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് മിൽക്കാണ്. ഇപ്പോൾ ഞാൻ അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് അരയ്ക്കാനായിട്ട് എടുക്കുന്നത് വെള്ളമല്ല കേട്ടോ, മിൽക്കാണ്. നമ്മുടെ പച്ചപ്പാൽ തന്നെ എടുക്കുന്നത്, നമ്മൾ ബോയിൽ ചെയ്തൊന്നുമല്ല കേട്ടോ. 2 കപ്പോളം മിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ 2 കപ്പ് മിൽക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ഞാൻ ഇതിലോട്ട് ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് ക്യാരറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 2.5 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ അതിലോട്ട് വേവിച്ച റൈസില്ലേ, അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈസ്റ്റ് 2 വലിയ ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റ് ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇതുപോലെ തന്നെ 2 വലിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ അരച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തരിയായിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ദോശ. അപ്പോൾ ഞാൻ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ അരച്ചെടുത്തിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം, അതല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയെന്ന് വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് രാവിലേക്ക് എളുപ്പമാട്ടോ. അപ്പോൾ ഞാൻ രാത്രിയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ രാത്രി ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് രാവിലെ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമാവും. ഇതൊരു വാട്ടറി കൺസിസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. ഇതൊന്ന് പൊന്തി വരുമ്പോൾ ഇത് കട്ടി കൂടും കേട്ടോ. അപ്പോൾ ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസി കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് അങ്ങനെ ഉണ്ടാവും. പിന്നെ രാവിലെ ആകുമ്പോഴേക്കും ശരിയായിക്കോളും കേട്ടോ. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആയിക്കോളും. പിന്നെ ഇത് രാവിലെ ആകുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. താഴെ ചിലപ്പോൾ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ രാവിലെ ആയിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരൊറ്റ ചുറ്റിച്ചിട്ടുണ്ട്. ഈ ദോശ ഇങ്ങനെയാണ് ചുറ്റുക. ഒരൊറ്റ ചുറ്റ് മാത്രം ചുറ്റിയാൽ മതി. പിന്നെ ഇതിൻ്റെ 1/4 ഭാഗത്തോളം ബബിൾസ് വന്നതിന് ശേഷം മാത്രം നമ്മൾ 1 മിനിറ്റ് അടച്ചു വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 1/4 ഭാഗത്തോളം ഇതിൻ്റെ ബബിൾസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കും കേട്ടോ. അതല്ലാണ്ട് നേരത്തോടെ തന്നെ ഇത് അടച്ചു വെച്ച് കൊടുക്കും. ഒരൊറ്റ മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി. പിന്നെ ഈ ദോശ നമ്മൾ മറിച്ചിടില്ല കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല ഹെൽത്തിയാണ്, മിൽക്കാണ്, പിന്നെ ഉള്ളത് ക്യാരറ്റാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ലതാണ്. പിള്ളേർക്ക് ഇതിൻ്റെ കളർ കാണുമ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ ടിഫിനിലൊക്കെ വെച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെ കേട്ടോ. ഇത് നമ്മുടെ മുട്ടക്കറിയുടെ കൂടെ, അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി, ബീഫ് കറി, അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തി ഇല്ലേ, അതടക്കത്തിൽ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചട്നി, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അത് ഏതിൽക്കും ഇത് മാച്ച് ആവട്ടെ. അല്ലെങ്കിൽ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാലൊന്ന് അടിച്ചെടുത്തിട്ട് അത് ഷുഗർ ഇട്ടാലും അതും ടേസ്റ്റ് തന്നെ കേട്ടോ. എന്തിൽക്കും ഇത് മാച്ച് ആവട്ടെ. പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് ചെയ്യുന്നത് നമ്മുടെ ബീട്രൂട്ടില്ലേ, ബീട്രൂട്ട് കൊണ്ടൊരു പച്ചടിയാണ് കേട്ടോ ഇതിലോട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓണത്തിനായിട്ട് ഞാൻ സ്പെഷ്യലായിട്ടുള്ള സീരീസ് അല്ലെങ്കിൽ ഓണത്തിൻ്റെ റെസിപ്പി എന്നിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു റെസിപ്പികൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടായിട്ട് ചെയ്യണം കേട്ടോ ഓരോ റെസിപ്പി. ഇപ്പം ഞാൻ ബീട്രൂട്ട് പച്ചടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വെള്ളയപ്പത്തിനേക്കാളൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെള്ളയപ്പം ഒന്നും നമുക്ക് സെറ്റായിട്ടില്ലെങ്കിൽ നമുക്കത് ശരിയാവില്ല. ചിലപ്പോൾ ചിലർക്ക് എപ്പോഴും വെള്ളപ്പം ശരിയാവാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുള്ളൊരു ദോശ കേട്ടോ. പിന്നെ ഞാൻ ബീട്രൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബീട്രൂട്ട് പച്ചടി. അപ്പോൾ അതിലോട്ട് ഞാൻ ബീട്രൂട്ട് തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനത് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റീം ചെയ്തിട്ടല്ല എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് നമ്മുടെ സ്ലൈസറിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചീവി എടുക്കില്ലേ, അതുപോലെ ചെയ്തിട്ട് സെപ്പറേറ്റ് വേവിച്ചിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് തന്നെയാണ് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ള 1.5 കപ്പ് 250 ml തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വേപ്പിൻ്റെ ഇലയും ഒരു ഹാഫ് വെല്ലുള്ളിയുടെ പകുതിയും പിന്നെ 2 ഗാർലിക് കൊടുത്തിട്ടുണ്ട്. അത് തേങ്ങയിലോട്ട് അരയ്ക്കാനാട്ടോ. പിന്നെ ഒരു വെല്ലുള്ളി കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 3 ഉണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല താളിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൈരില്ലേ, അത് 250 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ കട്ടൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് എടുക്കുന്നത് ജീരകല്ലേ, നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കായ ഇട്ട് കൊടുക്കുന്നുണ്ട് താളിക്കുമ്പോൾ. അത് രണ്ടും മാത്രം ഞാൻ ഇതിലോട്ട് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ ഉണക്കമുളകില്ലേ, അതും എടുത്തിട്ടില്ല ഇതിലോട്ട് വെക്കാൻ. അതൊക്കെ ആ ടൈമിലെല്ലാം ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിലോട്ട് അരയ്ക്കാൻ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മളിപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് തൈര് എടുത്തിട്ടില്ലേ, അതിൽ നിന്ന് തന്നെ ഞാനൊരു 3 വലിയ
ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേപ്പിൻ്റെ ഇലയും ഗാർലിക്കും വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് നമ്മുടെ നല്ല ജീരകല്ലേ, ചെറിയ ജീരകം, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ തൈരില്ലേ, നമ്മൾ എടുത്ത് വെച്ച തൈരിൽ നിന്ന് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വലിയ 3 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തൈരൊന്നും ഇല്ലാതെ തന്നെ നല്ല പോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടാണ് ഞാനതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബീട്രൂട്ടില്ലേ, നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടില്ലേ, അത് ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് നല്ലപോലെ അരച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ആ പാനിലോട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് പാനിലോട്ട് ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ തേങ്ങ നല്ലപോലെ അരച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്ന പോലെ ഉണ്ടാവും. സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന പോലെ ഇങ്ങനെ ഒരു ബബിൾസ്. ആ സമയമാകുമ്പോഴാണ് കേട്ടോ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് പെട്ടെന്നാവും കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവ് തോന്നിയിരുന്നു, അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പിട്ട്, നമ്മൾ തേങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതേ ചെറിയ ബബിൾസ് സൈഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾക്ക് നമ്മുടെ തൈര് മിക്സ് ചെയ്ത് വെച്ചതൊന്ന് ഇട്ട് കൊടുത്തിട്ട് തൈര് ഇതുപോലെ തന്നെ സൈഡിലൊക്കെ ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ നമുക്കുണ്ട് ഓഫ് ചെയ്യാം കേട്ടോ. അതല്ലാണ്ട് നല്ല ഓവറായിട്ട് തിളക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ഞാനത് താളിക്കാൻ വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വറ്റൽമുളകില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അവിടെ അരിഞ്ഞ് വെച്ചിട്ടില്ലേ ഉള്ളി, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂത്ത് വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആയതിനു ശേഷം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കായമില്ലേ, അസഫറ്റീഡ എന്ന് പറയും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത്. വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അസഫറ്റീഡ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ. ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരട്ടെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളകില്ലേ, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊന്നും ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം നമ്മളിത് വേവിക്കരുത് കേട്ടോ. ഒന്നും മുരിഞ്ഞ് പോകരുത് പച്ചമുളക്, അതാണ് ടേസ്റ്റ് ഇതിന്. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കായം പറഞ്ഞില്ല, സഫറ്റീഡ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ചിനെക്കാട്ടും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ ബീട്രൂട്ടിലേക്ക് താളിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഇതിലുണ്ടാക്കിയ ദോശ, മിൽക്ക് ദോശ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള ദോശ കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലോട്ട് അങ്ങ്